അപ്പോൾ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ ആയിട്ടാണ്. കാരണം എൻ്റെ കൂടെ ഇന്നൊരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ടെന്ന് തന്നെ നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ആൻഡ് ദാറ്റ് ഈസ് നൺ അതർ ദാൻ മിസ്റ്റർ മല്ലു ട്രാവലർ ഹിംസെൽഫ്. ഹൗ ആർ യു? I'm good. How are you all? എന്താണ് നടക്കുന്നത്? ഞാൻ സത്യം പറഞ്ഞാൽ മച്ചാനെ കാണാൻ വേണ്ടി വന്നതാണ്. അപ്പോഴാണ് നമ്മുടെ മച്ചാൻ ഒരു സ്പെഷ്യൽ ടൈപ്പ് ഒരു വണ്ടിയായിട്ട് വന്നത്. ഞാൻ എൻ്റെ ലൈഫിൽ ഞാൻ യു എയിൽ അധികം കണ്ടിട്ടില്ല. അത്യാവശ്യം നല്ല റെയർ. ഈ സ്പെഷ്യൽ വണ്ടിയെന്ന് എനിക്കറിയില്ലും. നമ്മുടെ ചങ്ങായിൻ്റെ വണ്ടിയാണ്. ഞാൻ 2 ദിവസം ഓടിക്കാൻ എടുത്തത്. അപ്പോൾ ഇതിപ്പോൾ ഈ വലിപ്പം കാരണം കുറച്ച് കഷ്ടപ്പാടാണ് ഓടിക്കാൻ. ഈ വണ്ടിയുടെ മോഡൽ എനിക്കറിയില്ല, ഒന്നും അറിയില്ല. എണ്ണ അടിക്കും, ഗിയറിടും, പോവും. ഇതല്ലാതെ വേറെ ഒന്നും എനിക്കറിയില്ലായിരുന്നു. പക്ഷേ ഇവനെ മീറ്റ് ചെയ്തപ്പോൾ ഇവനാണ് വണ്ടിയുടെ മോഡലും കാര്യങ്ങളും ഭയങ്കര സ്പെഷ്യൽ എന്നൊക്കെ പറഞ്ഞത്. കാരണം ഇത് സാധാ, ഞാൻ പറയട്ടെ, ഇത് ആക്ച്വലി ഒരു നോർമൽ ഒരു വാൻ, നമ്മുടെ ടൊയോട്ട ഹയാസ് പോലത്തെ ഒരു വാൻ എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. പക്ഷേ ഇതിൻ്റെ ഇൻറ്റീരിയർ നമ്മുടെ ഇപ്പോഴത്തെ മേബാക്ക് ഒക്കെ ഇല്ലേ, ആ രീതിയിൽ അന്തക്കാലത്ത് ഇത് 30 കൊല്ലം പഴക്കമല്ലേ വണ്ടിക്ക്? 95 തോന്നുന്നു എനിക്ക് തോന്നിയില്ല. 95 മോഡൽ. ബൈ ദ വേ ഗൈസ്, ഇത് ആക്ച്വലി ഒരു സെക്കൻഡ് ജനറേഷൻ ഷെവർലെ ആസ്ട്രോ ആണ്. ഫസ്റ്റ് ജനറേഷൻ ഇത് ഇവർ ലോഞ്ച് ചെയ്ത് 1985 പക്ഷേ 2005 ഇവർ ഇതിൻ്റെ പ്രൊഡക്ഷൻ നിർത്തി. കാരണം എന്താ, സെയിലും പരിപാടിയൊക്കെ കുറഞ്ഞുകൊണ്ട് ഇതിൻ്റെ പ്രൊഡക്ഷൻ പരിപാടിയെല്ലാം നിർത്തി. സോ ഇത് ആക്ച്വലി ഒരു സെക്കൻഡ് ജനറേഷൻ 1995 മോഡൽ ഷെവർലെ ആസ്ട്രോ ആണ്. പക്ഷേ ഇത് ഫുള്ളി പിംപ്ഡ് ഔട്ട് എന്ന് തന്നെ നമുക്ക് പറയാൻ വേണ്ടി പറ്റും. കാരണം ഇത് യൂഷ്വലി 7 സീറ്റർ വണ്ടിയാണ്. പക്ഷേ ഇപ്പോൾ ഇതിനകത്ത് എത്ര രൂപയ്ക്ക് ഇരിക്കാം? കിടന്നിട്ടാണോ ഇരുന്നിട്ടാണോ? ഞാൻ ബേക്കിൽ കിടക്കലുണ്ട്. അല്ല, എനിക്ക് തോന്നുന്ന ഒരു 2-4 ഒരു 3 ബേക്കിൽ കിടന്ന് 7-8 ആകെല്ലാം സുഖമായിട്ട് പോകാൻ പറ്റും. അപ്പോൾ ഇനി എന്തായാലും ഇന്നത്തെ വീഡിയോയുടെ മെയിൻ ഐറ്റം ഈ വണ്ടി തന്നെയാണ്, 1995 മോഡൽ ഷെവർലെ ആസ്ട്രോ. പക്ഷേ ഈ വണ്ടിയുടെ മെയിൻ ഹൈലൈറ്റ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട എന്താണെന്ന് വെച്ചാൽ ലോക്ക ഡോർ തുറക്കാൻ കുറച്ച് കഷ്ടപ്പാടുണ്ട്. പക്ഷെ അതല്ലാതെ വണ്ടിയുടെ ഇൻറ്റീരിയർ അടിപൊളി എന്ന് തന്നെ നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അതുതന്നെ മുന്നേ വണ്ടിയുടെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പോകുന്നതിന് മുന്നേ ബ്രോയുടെ കയ്യിൽ ഒരു ഡ്രീം 3 കാർ ഗരാജ് വേണമെന്ന് പറഞ്ഞാൽ ഏതായിരിക്കും ആ 3 വണ്ടി? എന്ന് വെച്ചാൽ എനിക്ക് ഇഷ്ടപ്പെടുന്ന 3 വണ്ടികൾ. ഞാൻ ബൈക്സാണ് കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്, കാസല്ല. കാസ് ആണെങ്കിൽ എനിക്ക് ഓഫ് റോഡ് പോകാൻ വേണ്ടി ട്രക്കുകളോടാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. അപ്പം ഒന്ന് ഫോർഡ് ബ്രോൺകോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ബ്രോൺകോ റാപ്റ്റർ ആണെങ്കിലും വൈൽഡ് ഏതാണെങ്കിലും അതാണ് എനിക്ക് കുറച്ചും കൂടി ഇഷ്ടം. പിന്നെ അതുപോലെ തന്നെ ട്രക്കുകൾ എനിക്ക് റാപ്റ്റർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഫോർഡിന് തന്നെ റാപ്റ്റർ F-150 റാപ്റ്റർ എനിക്ക് ഇഷ്ടമാണ്. മൂന്നാമത്തെ കാറ് മസ്താങ് ഞാൻ പറയില്ല. അല്ല, എനിക്കില്ലേ, അല്ല ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് എനിക്ക് വന്നൊരു ആഗ്രഹം മറ്റേ ഒരു T2 ഇല്ലേ, ജിറ്റോർ T2, പാവപ്പെട്ട ഒരു ഡിഫൻഡർ. പക്ഷേ നല്ല രസമുണ്ട് കേട്ടോ. ആകെ 1.5 ലക്ഷം ദിറംസിലും നല്ല വണ്ടി. കുറേ മിക്ക അറബികൾ ഈ വണ്ടിയുടെ പുറകിലാണ്. അത് ഞാൻ മിക്കവാറും അത് എടുക്കാനൊരു പ്ലാൻ എനിക്കുണ്ട്. ചെറിയ നമ്മൾ സാധാ വണ്ടി എടുക്കുന്നതിൻ്റെ ചെറിയ റേറ്റ് അതിന് വില ഇടും. പനിയാട്ടോ, അതുകൊണ്ടാണ് മൂക്ക് ചോർന്നു എടുക്കുന്നത് വിചാരിക്കില്ല. പക്ഷേ അതല്ലാതെ ഇപ്പോൾ ഒരു സ്പോർട്സ് കാർ പറയുകയാണെങ്കിൽ, അതിൽ അഥവാ ഒരു സൂപ്പർ കാർ പറയുകയാണെങ്കിൽ ഏതായിരിക്കും ഡ്രീം സൂപ്പർ? അല്ല, എന്തായാലും ഫോർഡുമായിട്ട് തന്നെ മുന്നോട്ട് പോകാൻ താല്പര്യം. മസ്താങ് നീ പറഞ്ഞ പോലെ തന്നെ മസ്താങ് പഴയതാണ്, പുതിയതല്ല. 1970-60 ആ റേഞ്ചിലെ മസ്താങ്ങിനോട് എനിക്ക് താല്പര്യം. മസ്കുലറാണ്, താല്പര്യമുണ്ട്. അതെന്തായാലും കൊള്ളട്ടെ. പക്ഷെ അതല്ല, സൂപ്പർ കാർസിലൊന്നും ഒരു ഇതില്ല, ഫെറാറി, ലംബോർഗിനി അങ്ങനെ ഇല്ല. സൂപ്പർ കാർ ഞാൻ ആദ്യമായിട്ട് ലംബോർഗിനി എടുത്തത് ദുബൈയിൽ നിന്നായിരുന്നു. അതൊരു നമ്മുടെ ഒരു ബ്രാൻഡിൻ്റെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് അവർ 1 ഡേ റെൻ്റ് ഔട്ട് ചെയ്തു. രാവിലെ 9 മണിയിൽ വൈകുന്നേരം 6 മണി വരെ ഷൂട്ടിങ്ങിന് ഓടിച്ചു. ഉച്ചയാകുമ്പോഴേക്കും എനിക്ക് മടുത്തു ഓടിക്കാൻ പറ്റുന്നില്ല. കാരണം ആ ഒരു നല്ല നടുവേന്, ബോഡി പെയിൻ വരാൻ തുടങ്ങി, എഞ്ചിൻ്റെ ഹീറ്റ് വരാൻ തുടങ്ങി. അപ്പം കുറ്റം പറയുന്നതല്ല, പക്ഷെ എന്നാലും ഒരു എൻ്റെ കാഴ്ചപ്പാട് നോക്കുമ്പോൾ നമ്മൾ മിന്നുന്നതെല്ലാം പൊന്നല്ല എന്ന് ഫീൽ ആയിരുന്നു. ശരി, അതെന്തായാലും ലംബോർഗിനി, ഫെറാറി പോലുള്ള വാഹനങ്ങളോട് താല്പര്യമില്ല. ഓക്കെ, മെയിൻലി അപ്പോൾ സത്യം പറഞ്ഞാൽ പ്രോപ്പർ അമേരിക്കൻ മസിൽ മാനാണ് നമ്മുടെ. അല്ല, നമ്മൾ പെട്ടെന്ന് നമുക്കൊരു വെള്ളപ്പൊക്കം വന്നാലോ, അല്ലെങ്കിൽ പെട്ടെന്ന് മണ്ണിടിച്ചിൽ വന്നാലോ, അല്ലെങ്കിൽ ഏത് കാട്ട് പോയാലോ നമ്മൾ സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല. നമ്മുടെ ലൈഫിൽ ഇപ്പോൾ നമ്മൾ നോൺ സ്റ്റോപ്പായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഓൾട്ടർനേറ്റീവ് വെഹിക്കിൾസ് വേണം. ഇപ്പം നിങ്ങൾ ഈ പറയുന്ന സൂപ്പർ കാർസ് ഒക്കെ ആണെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഏരിയയിലൂടെ പോകാൻ പറ്റും. നമ്മൾ വണ്ടിയെ കൺട്രോൾ ചെയ്യണം, വണ്ടി നമ്മൾ കൺട്രോൾ ചെയ്യരുത്. നമ്മൾ എവിടെ പോകണം, എന്ത് ചെയ്യണം നമ്മൾ തീരുമാനിക്കും. അതിന് കേപ്പബിലിറ്റിയിലെ വണ്ടി നമ്മൾ എടുക്കണ്ടേ. അതല്ലാതെ നിങ്ങൾ ഇതുവഴി പോയാൽ മതി, ഇന്ന സ്ഥലത്ത് പോയാൽ മതി വണ്ടി തീരുമാനിക്കുകയാണെങ്കിൽ പിന്നെന്താ കാര്യം? സോ നമ്മളെക്കാൾ വലുത് വണ്ടി ഞാൻ അറിയില്ലേ. അതാ ഞാൻ പറഞ്ഞത്. എനിക്ക് എവിടെ വേണമെങ്കിലും, ഇപ്പോൾ പാർക്കിംഗ് ആണെങ്കിൽ എവിടെയാണെങ്കിലും ഏത് അട്ടിൻ്റെ മുകളിലും കയറ്റി പാർക്ക് ചെയ്യാൻ പറ്റണം, അടിതട്ടാൻ പാടില്ല. അപ്പോൾ നമ്മളല്ല വണ്ടിയല്ല കൺട്രോൾ ചെയ്യുന്നത്, നമ്മളാണ്. സോ ഐ പ്രിഫർ ഓഫ് റോഡ്സ്. ഓക്കെ, ദാറ്റ് ഈസ് പ്രിറ്റി ഇൻട്രസ്റ്റിംഗ്. എനിക്ക് എൻ്റെ ചാനൽ അധികം ആരും പറയാത്തൊരു വ്യൂ പോയിൻ്റ് ആണ് ബ്രോ ഇപ്പോൾ പറഞ്ഞത്. സോ ദാറ്റ് ഈസ് പ്രിറ്റി യുണീക്ക്. അതെനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് ഈ വണ്ടിയിലേക്ക് പോകാം. സംഭവം ഭയങ്കര പക്ക വിൻറ്റേജ് വണ്ടിയാണ് കേട്ടോ. ഞാൻ എന്തായാലും നിങ്ങൾക്ക് ഈ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കാണിക്കാം. ഇതിൻ്റെ കീ ഉണ്ട്, ഇത് നമ്മുടെ പണ്ടത്തൊക്കെ ഷെവർലെ ഇംപാലയൊക്കെ ഉണ്ടല്ലോ, ആ വണ്ടിക്കുള്ള ചാവിയൊക്കെ പോലെയാണ് ഇതിൻ്റെയും കീ ഇരിക്കുന്നത്. സോ ഈ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ സത്യം പറഞ്ഞാൽ കുറച്ച് കഷ്ടപ്പാടുണ്ട്. വണ്ടി സ്റ്റാർട്ടായി. ഞാൻ പറഞ്ഞല്ലോ, ഈ വണ്ടിയുടെ മെയിൻ ഹൈലൈറ്റ് ഇതിൻ്റെ ബാക്ക് സീറ്റ് തന്നെയാണ്. നിങ്ങളുടെ ഇവിടെ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും, എന്താ പണ്ടത്തെ ജവാൻ്റെ കാലത്ത് ഒരു TV സ്ക്രീനും പരിപാടിയൊക്കെ വരുന്നുണ്ട് ഇവിടെ. ഇത്
ഇത് തന്നെ തൂക്കിയിട്ടാൽ നല്ല കാശ് കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ അതല്ലാതെ ഇതൊക്കെ കണ്ട, ഇത് വെറും ഡെക്കറേഷന് വേണ്ടി മാത്രമല്ല, ഇത് കണ്ട ഫുള്ള് ലൈറ്റും പരിപാടിയൊക്കെ കത്തും. ഇത് ഫുള്ളും കൺട്രോൾ ചെയ്യുന്നത് ഇവിടുന്ന്. നമുക്ക് ഇവിടുന്ന് വേണമെങ്കിൽ ഇത് ഓഫ് ചെയ്യാനും പരിപാടിയൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റും. സോ ദാറ്റ് ഈസ് ഓൾസോ പ്രിറ്റി ഇൻട്രസ്റ്റിംഗ്. പിന്നെ അതല്ലാതെ ഇവിടെ ഒരു റീഡിംഗ് ലൈറ്റ് വരുന്നുണ്ട്. ഇത് റീഡിംഗ് ലൈറ്റാണ്, പക്ഷേ അതിൻ്റെ ഫ്യൂസ് പോയിരിക്കുകയെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ അതല്ല, ഫുള്ളി കസ്റ്റമൈസ് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ബാക്കിലൊക്കെ ഇതിപ്പോൾ ഒരു 2 സീറ്റർ വണ്ടിയാണ്, 2 സീറ്റർ അല്ല, ഇപ്പോൾ ഇതൊരു 4 സീറ്റർ വണ്ടിയാണ്. പക്ഷേ ഇതിൻ്റെ ബാക്കിനകത്ത് ഒരു ബെഡ്റൂം തന്നെ ഉണ്ട് കേട്ടോ. ഇവിടത്തൊക്കെ എവിടെ വേണമെങ്കിലും പോകാം. ഷാക്കിർ ബ്രോ, ഇത് ഈ ബെഡ്റൂം പോലെയുള്ള സെറ്റപ്പ് എന്തിനാണ്? അതതിൻ്റെ മുതലാളിനെ എടുക്കണം, എനിക്കറിയില്ലോ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഓന് ഫാമിലിയും കുട്ടികളൊക്കെ ആൾക്കാരാണ്. അപ്പോൾ കുടുംബക്കാരൊക്കെ പുറത്തു പോകുമ്പോൾ വീക്കെൻഡ് ഇരിക്കാനും ക്യാമ്പിങ്ങിനൊക്കെ പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണ് പോകാൻ പറ്റില്ലല്ലോ ഇത്. അല്ല, അതായിരിക്കും മിക്കവാറും ഫാമിലിയായിട്ടൊക്കെ പുറത്തൊക്കെ പോകുമ്പോൾ എവിടെയെങ്കിലും റെസ്റ്റോറൻറ്റ് വെച്ചിട്ടായിരിക്കും പോയിന്റ്. അങ്ങനെ വേണമെങ്കിൽ ചിലർ ഡാൻസിങ് കാറാന്നൊക്കെ പറയാം, ഒന്ന് വിശ്വസിക്കരുത് കേട്ടോ. എന്തായാലും കൊള്ളാം. പിന്നെ അത് മാത്രമല്ല, ഈ സീറ്റ് വേണമെങ്കിൽ നമുക്ക് തിരിച്ചു വെക്കാനുള്ള പരിപാടിയും സെറ്റപ്പ് ഒക്കെ ഉണ്ട്. പിന്നെ ഫ്യൂസ് അടിച്ചു പോയി, അതെന്തായാലും കൊള്ളാം. പക്ഷേ ഇത് ഫുള്ളി പിംഡ് ഔട്ട് ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. കണ്ട, ടയർ മാറ്റിയിട്ടുണ്ട്. പിന്നെ മേളിനകത്ത് ഈ റൂഫ് ഉണ്ടല്ലോ, ഇത് ഹൈറ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് ഇവർ അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്തേക്കാണ്. സോ ദാറ്റ് ഇസ് ഓൾസോ പ്രിറ്റി ഇൻട്രസ്റ്റിംഗ്. പിന്നെ അത് മാത്രമല്ല, ഇതിനകത്തൊരു സ്പീക്കർ സിസ്റ്റവും വരുന്നുണ്ട്. ആൻഡ് സ്പീക്കർ സിസ്റ്റം ഈസ് ഫ്രം ഓഡിയോ പോക്സ് എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ ഒക്കെയാണ് സ്പീക്കർ സിസ്റ്റം വരുന്നത്. പ്രത്യേകിച്ച് മെർസിഡീസ് വിയാനോ എന്നൊക്കെ നമ്മൾ പറയും. ഇപ്പോൾ മേബാക്കിൻ്റെ മറ്റേ വാനൊക്കെ ഇല്ലേ, ആ രീതിയിലുള്ള സംഭവം തന്നെ. പക്ഷേ ഏകദേശം 30 കൊല്ലം മുന്നേ ഇവർ സെറ്റപ്പാക്കി എടുത്തേക്കുന്നതാണ് നിങ്ങളുടെ ഈ കാണുന്നത്. പിന്നെ ഇതിൻ്റെ ബാക്കൊക്കെ ഉണ്ട്. ഇതൊക്കെ ടെയിലൈറ്റൊക്കെ സ്മോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ സ്പാർക്കോയിട്ടൊക്കെ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായില്ല. പിന്നെ ഞാൻ നോട്ടീസ് ചെയ്ത സംഭവം എന്ന് വെച്ചാൽ, ഈ വണ്ടിയുടെ നമ്പർ പ്ലേറ്റിന് ഈ വണ്ടീനെക്കാളും വില ഉണ്ടെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. 369 എന്ന് പറയുമ്പോൾ നമ്മുടെ മമ്മൂക്കയുടെ നമ്പർ പ്ലേറ്റ് ഉണ്ടല്ലോ. സോ ദാറ്റ് ഈസ് ഓൾസോ പ്രിറ്റി ഇൻട്രസ്റ്റിംഗ്. കുറച്ച് കഷ്ടപ്പാടാണ്. ഫുള്ളി ലോക്കും പരിപാടി എല്ലാം ജാമായിട്ടിരിക്കുകയെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. സോ എനിവേ, അതായിരുന്നു നമ്മുടെ ഷെവർലെ ആസ്ട്രോ. പിന്നെ ഇതിൻ്റെ എഞ്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 4.3 ലിറ്ററിൻ്റെ ഒരു V6 എഞ്ചിനാണ് ഈ വണ്ടിക്കകത്ത് വരുന്നത്. ആൻഡ് ഇറ്റ് പ്രൊഡ്യൂസസ് ക്ലോസ് ടു 190 ഹോഴ്സ് പവർ. സോ അന്നത്തെ കാലത്ത് ഒരു നോർമൽ ഒരു ഫാമിലി പിക്കപ്പ് വാനെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. പക്ഷേ ദിസ് ഇസ് ദ പിംപ്ഡ് ഔട്ട് വേർഷൻ. സോ ദാറ്റ് ഇസ് ഓൾസോ പ്രിറ്റി ഇൻട്രസ്റ്റിംഗ്. അപ്പോൾ ഇനി എന്തായാലും ഞാൻ നിങ്ങൾക്ക് ഈ വണ്ടിയുടെ സ്റ്റിയറിംഗ് കൺസോളും പരിപാടിയെല്ലാം ഞാൻ കാണിച്ചു. ഈ ഡോറും ചായണ്ട, അപ്പോൾ നമുക്ക് അപ്പുറത്തുനിന്ന് തന്നെ ചാടി കയറി വരേണ്ടതായിട്ട്. സോ ഞാൻ തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാം. പിന്നെ നടുക്ക് സെൻട്രൽ കൺസോൾ ഇല്ലാത്തതുകൊണ്ടേ നമുക്ക് ഈസി ആയിട്ട് ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് വരാൻ വേണ്ടി പറ്റും. ഓക്കെ, സോ ദാറ്റ് ഇസ് പ്രിറ്റി ഇൻട്രസ്റ്റിംഗ്. പിന്നെ ഇതിൻ്റെ ഗിയർ ലിവർ മാറ്റുന്ന ടെക്നോളജിയും കുറച്ച് യുണീക്ക് ആട്ടോ. ഇത് കണ്ട, ഇത് ഇവിടെ നിന്നാണ് ഇത് കൺട്രോൾ ചെയ്യുക. അത് നമുക്ക് ഇവിടുന്ന് മാനുവലായിട്ട് കാണാൻ വേണ്ടി പറ്റും. എന്താ കണ്ട, റിവേഴ്സ്, ന്യൂട്രൽ, ഡ്രൈവ്. പിന്നെ ഈ വണ്ടീനകത്ത് ഫുൾ സ്റ്റോറേജ് കമ്പാർട്ട്മെൻറ്റ്സ് വെച്ച് നിറച്ചേക്കാന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ഇവിടെ ഒരു സ്റ്റെറിയോ കമ്പാർട്ട്മെൻറ്റ് ഉണ്ട്. പിന്നെ അതല്ലാതെ ഇതെന്ത് വെക്കാനാണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല. നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഫോണോ പരിപാടിയോ എല്ലാം നമുക്ക് ഇവിടെ വെക്കാം. പിന്നെ 2 കപ്പ് ഹോൾഡർ വരുന്നുണ്ട്. പിന്നെ എനിക്ക് നോട്ടീസ് ചെയ്ത വേറെ സംഭവം എന്താണെന്ന് വെച്ചാൽ, ഇത് ആക്ച്വലി ഒരു ഫ്രിഡ്ജാട്ടോ. അന്തക്കാലത്ത് ഒരു ഫ്രിഡ്ജാണ് നിങ്ങളുടെ ഈ കാണുന്നത്. സോ ഇവിടെ ഒരു സ്റ്റോറേജ് കമ്പാർട്ട്മെൻറ്റ് വരുന്നുണ്ട്. പിന്നെ ഈ സംഭവം തുറക്കാൻ വേണ്ടി പറ്റും. പക്ഷേ ഇവിടെ ഈ വുഡൻ ബ്ലോക്ക് ഇവർ ആഡ് ചെയ്തുകൊണ്ടാണ് നമുക്ക് ഇത് തുറക്കാൻ വേണ്ടി പറ്റാത്തത്. സോ ദാറ്റ് ഇസ് ഓൾസോ. പിന്നെ ഈ സംഭവം കണ്ടോ, ഇതൊന്നും ഞാൻ അധികം വണ്ടിയിനകത്ത് കാണാത്ത സംഭവം. ഇത് കണ്ടോ, ഒരു ബൾബാണ്. അത് വേണമെങ്കിൽ നമുക്ക് അടയ്ക്കാൻ ഇതൊക്കെ. സോ പ്രോപ്പർ ഒരു വിൻറ്റേജ് ടൈപ്പിലുള്ള ഒരു റീഡിംഗ് ലൈറ്റാണ് നിങ്ങൾ ഈ കാണുന്നത്. സോ ദാറ്റ് ഈസ് ഓൾസോ ദേ. പിന്നെ ഇവിടെയാണ് നമ്മുടെ ഫുൾ ബാക്കിലെ ലൈറ്റ് സ്വിച്ചൊക്കെ കൺട്രോൾ ചെയ്യുന്ന പരിപാടി. ഈ ലൈറ്റിൻ്റെ സ്വിച്ച് അടിച്ചു പോയി. പിന്നെ അതല്ലാതെ ഒരു പ്രോപ്പർ ഒരു വാനെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. സോ നിങ്ങൾക്ക് എന്താണ് ഈ വണ്ടീനെ പറ്റി തോന്നുന്നതെന്ന് വെച്ചാൽ താഴെ കമൻറ്റ് ചെയ്തു തരാം. ഈ വണ്ടിയുടെ വിലനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് നാട്ടിൽ ഏകദേശം ഒരു 4-5 ലക്ഷം രൂപ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ വണ്ടി വാങ്ങാൻ വേണ്ടി പറ്റും. ഇസ് ഇറ്റ് വർത്ത് ഇറ്റ് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇറ്റ്സ് മെയിൻ്റനൻസ്. മാത്രമല്ല ഈ വണ്ടി ഇടിച്ച് കഴിഞ്ഞാൽ പിന്നെ പാർട്സ് കിട്ടാനും കുറച്ച് കഷ്ടപ്പാടാണ്. സോ ദാറ്റ് ഈസ് ഓൾസോ ദ. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഈ വണ്ടീനെ പറ്റി തോന്നുന്നതെന്ന് വെച്ചാൽ താഴെ കമൻറ്റ് ചെയ്തു തരാം. പിന്നെ ഷാക്കിർ ബ്രോ, വീഡിയോ അവസാനിക്കുന്നതിന് മുന്നേ ഈ കാറിനകത്ത് ഷാക്കിർ ബ്രോന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സംഭവം എന്താ? എനിക്ക് ഇഷ്ടപ്പെട്ട സംബന്ധിച്ച് റിവേഴ്സ് ഇടുമ്പോൾ ക്യാമറ ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര കഷ്ടപ്പാടാണ്. വലിയ വണ്ടിയില്ല, പാർക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ തലയിട്ടിട്ട് നാട്ടിൽ നിന്ന് ഓടിച്ചില്ല എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഈ വണ്ടി ഓടിക്കാൻ പറ്റും കേട്ടോ. പിന്നെ ഭയങ്കര പബ്ലിക് അറ്റൻഷനാണ്, എല്ലാവരും നോക്കും. അപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ അത് എനിക്കത്ര താല്പര്യമില്ല. നമ്മളെപ്പോഴും ഒരു പ്രൈവസി നോക്കിയിട്ട് നമ്മൾ ആരും കാണാൻ ന്യൂട്രലിൽ പോകുന്നില്ലേ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ വണ്ടിയിൽ നോക്കുമ്പം അതൊരു പ്രശ്നമാണ്. പിന്നെ എന്താ പറയുക, ഒരു രസമാണ്. ഒരു നമുക്കിപ്പം ഞാനൊരു വണ്ടിപ്രാന്തനായതുകൊണ്ട് തന്നെ മോഡിഫൈഡ് വണ്ടി ഉപയോഗിക്കുന്ന ആഗ്രഹം എല്ലാവർക്കും ഉണ്ടാവും. അപ്പോൾ ഇത്രയും ഹൈ മോഡിഫൈ ചെയ്തൊരു വണ്ടി ഉപയോഗിക്കാൻ കിട്ടുമെന്ന് പറയുമ്പോൾ ഫാസിൽ ബ്രോന് നന്ദി, അഡ്വക്കേറ്റ് ഫാസിൽ ബ്രോ, താങ്ക്സ്. സോ അതെന്തായാലും കൊള്ളാം. സോ എനിവേ ഗൈസ്, ഓൺ ദാറ്റ് നോട്ട് അതായത് ഇന്നത്തെ വീഡിയോ ആൻഡ് യൂസ് ഷോട്ട് ടു മല്ലു ബ്രോ ആസ് വെൽ. സോ ഇതുപോലത്തെ വീഡിയോസിനായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. സോ എനിവേ ഗൈസ്, ഓൺ ദാറ്റ് നോട്ട് ദാറ്റ്സ് എ റാപ്പ്. ഇറ്റ്സ് ബോറൻ സൈനിങ് ഓഫ്. പീസ്.